ചേട്ടൻ്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെയും പോവുകയാണ് കേട്ടോ. ചേട്ടൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ ചെറിയൊരു പെയിൻ പോലെ. അപ്പോൾ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ തന്നെയുള്ള NMC ഷഹാമയിലാണ് പോകുന്നത്. അപ്പോൾ ഷഹാമയിൽ തന്നെയുള്ള ചെറിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. NMCയുടെ തന്നെ ഒരു ചെറിയ ബ്രാഞ്ചാണ്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിച്ചു എൻ്റെ മേലത്ത് കയറി ഇരിക്കുകയാണ്. എന്നെ റെഡിയാക്കാൻ അവൾ സമ്മതിക്കുന്നുണ്ടായില്ല. ഞാൻ റെഡിയായിട്ട് വേണം ഇനി നിച്ചുവിനെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ഈവനിങ് ആയിട്ട് നമ്മൾ പോകുന്നത്, നൈറ്റ് ആവാറായി ഏകദേശം. അപ്പോൾ അധികം മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ചുമ്മാ പുറത്ത് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകണുള്ളൂ. അപ്പോൾ ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇത്തിരി നന്നായിട്ട് ഒരുങ്ങാമെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അതേ നമ്മൾ പോകണമെന്ന് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ NMCയിൽ എത്തിയിട്ടുണ്ട്. ചേട്ടൻ മുമ്പ് നടന്ന് പോവാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് നിച്ചുവിനെയും കൊണ്ട് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് കുറച്ച് ദൂരെയായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഹോസ്പിറ്റലിൻ്റെ തന്നെ പാർക്കിംഗ് തന്നെയാണെങ്കിലും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കുവാണ്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. എനിക്കിതുപോലൊരു മുട്ടിൻ്റെ അവിടെ ഒരു വേദന വന്നപ്പോൾ സെയിം ഞാൻ ഈ ഡോക്ടറെ തന്നെയാണ് കണ്ടിരുന്നത്. ഡോക്ടർ രാജ എന്നാണ് പേര്. അപ്പോൾ ഈ ഡോക്ടറെ ഞാനന്ന് കണ്ടിട്ട് എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ടാണ് ഒന്ന് റിലീഫ് കിട്ടിയത്. ചേട്ടൻ ഇതിനു മുമ്പ് കാലിൻ്റെ ഒരു വേദനയായിട്ട് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ചേട്ടന് ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേട്ടന് ഇച്ചിരി റിലീഫ് കിട്ടിയതാണ്. ഇപ്പോൾ മുട്ടിൻ്റെ അവിടെയായിട്ടാണ് വേദന വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അത് കാണിക്കാനാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. നിച്ചിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഉറക്കത്തിൻ്റെ ടൈം ഏകദേശം വരാറാവണേ ഉള്ളൂ. ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ പോകുന്നേക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ലിഫ്റ്റിൽ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തു. കുറേ പേര് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി വന്നപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ റിസപ്ഷൻ ഏരിയയിലെത്തി. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ കുറച്ച് റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് നേരത്തെ വേറെ സ്ഥലത്താണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ കുറച്ച് നീക്കി അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇരിക്കാനായിട്ട്. ഞാനും നിച്ചോടെ ഇരുന്നു. ചേട്ടൻ അപ്പുറത്ത് മെയിൽ ഏരിയയും ഫീമെയിൽ ഏരിയയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങളത് നോക്കിയിട്ടാണ് ഇരുന്നത്. ചേട്ടൻ അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലാണ് ചേട്ടൻ ഇരിക്കണേ കേട്ടോ. ഞാൻ നിച്ചോടെ ഇരുന്ന് കുറച്ച് നേരം അവളെ നല്ല മൂടാക്കിയാൽ മാത്രമേ നമുക്കവിടെ നിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അവൾ കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തണുവാണ് കേട്ടോ. അതാണ് നിച്ചുവിനെ ഫുൾ കവർ ചെയ്ത ഡ്രസ്സൊക്കെ നമ്മൾ ഇടിയിച്ചേക്കുന്നത്. നിച്ചു വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഡോക്ടറെ കണ്ടുകഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾ നല്ല വാശിയൊക്കെ ആയിട്ടോ. അപ്പോൾ ചേട്ടൻ അപ്പുറത്തുനിന്ന് അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവളിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയാം, വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു, ആൾ നല്ല മൂടായിട്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല കേട്ടോ, രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. കരച്ചിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും. പിന്നെ ഹോസ്പിറ്റലായിരുന്നു തന്നെ നമ്മളോട് പോയിക്കോന്ന് പറയേണ്ട സിറ്റുവേഷൻ വരും. ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവുകയും. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനൊന്നും ഉണ്ടായിരുന്നില്ല. നിച്ചമ്മ മിടുക്കി മോളായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം എന്തോ ഹോസ്പിറ്റലിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മിക്കപ്പോഴും പോകുമ്പോഴും നല്ല തിരക്കായിരിക്കും. ഇരിക്കാൻ സീറ്റൊന്നും കിട്ടാറുണ്ടായില്ല കേട്ടോ. അന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും ഫീൽ ചെയ്തില്ല. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും വരാറുള്ള ഹോസ്പിറ്റലിലാണ്. എന്താവശ്യമുണ്ടെങ്കിലും പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ ചേട്ടൻ്റെ അസസ്മെൻറ്റ് റൂമിൽ കയറ്റി. എന്നിട്ട് ചേട്ടൻ്റെ BP ഫീവറൊക്കെ ഉണ്ടോ എന്നുള്ള ടെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ വെയിറ്റൊക്കെ നോക്കിയിട്ടു. ഞാനും നിച്ചും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ചേട്ടൻ മാത്രം ഉള്ളിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഞാനും നിച്ചും പുറത്തിരുന്ന് ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ അസസ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാൻ പറ്റി. ഡോക്ടറുടെ റൂമിൽ പോയിട്ട് നമുക്ക് വീഡിയോ കുറച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. ഡോക്ടർ ചേട്ടൻ്റെ കലക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. വേറെ കുഴപ്പമൊന്നും ഡോക്ടർക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും ഡോക്ടർ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ സ്കാനിങ് ചെയ്യാനായിട്ട് സ്കാനിങ് റൂമിൽ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നിച്ചു നല്ല കരച്ചിലൊക്കെ ആയിട്ട് ഞാൻ താഴെ കാറിലേക്ക് പോയിട്ടോ. ഡോക്ടറിൻ്റെ റൂമിലത്തെ ക്ലിപ്സ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറിൻ്റെ റൂമിലേക്ക് ചേട്ടൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ റൂമിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ.
ചേട്ടൻ്റെ കൂടെ സ്കാനിങ്ങിന് കയറാൻ പറ്റിയില്ല. നിച്ചൊപ്പിക്ക് നല്ല കരച്ചിലായി. അപ്പോൾ അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നിച്ചും കൂടി കാറിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളെ കാറിൽ കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ കരയുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇന്ന് അവൾ കുറച്ച് നേരം കൂടുതൽ ആക്റ്റീവായിട്ട് നിന്നു. അതുകൊണ്ടാണ് ഇത്രയും നേരം നമുക്ക് ചേട്ടൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നേരത്തെ കരഞ്ഞാൽ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അവൾ ഇത്തിരി കരച്ചിലൊക്കെ ആയി തുടങ്ങി. അപ്പോൾ മിറർ കണ്ടപ്പോൾ ആൾക്കൊരു ഹാപ്പി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെ കൊണ്ടുപോയി കാറിലിട്ട് പാട്ടിട്ടുകൊണ്ടിരുന്നാൽ അവൾ ഉറങ്ങിപ്പോയിക്കോളും. ചേട്ടന് സ്കാനിങ് ചെയ്ത് എൻ്റെ റിപ്പോർട്ട് കിട്ടി, ഡോക്ടറെ കണ്ട് പിന്നെ ഫാർമസിയിൽ പോയി മെഡിസിനും വാങ്ങിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. അത്രയും ടൈം കൊണ്ട് നമുക്ക് നിച്ചു ഉറങ്ങി എഴുന്നേക്കും. അപ്പോൾ എന്തായാലും ഫുഡൊന്നും പുറത്തുനിന്നേ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വീട്ടിൽ വേറെ ഒന്നും വച്ചിട്ടില്ല. ഇങ്ങോട്ട് ചേട്ടൻ്റെ കൂടെ പോരുമായിരുന്നല്ലോ. പെട്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഡോക്ടറെ പോയി കാണാം, പെയിൻ ഒരു 2 വീക്സ് ആയിപ്പോൾ, അത് മന്ത് ചെയ്താൽ മാറുന്നില്ല. അപ്പോൾ ആദ്യം കുറച്ച് ദിവസം നോക്കി ഞങ്ങൾ മാറുമോ. മുട്ടിൻ്റെ വേദനയില്ല, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മാറാൻ ചാൻസ് ഉണ്ടല്ലോ. പക്ഷേ എന്ത് ചെയ്താലും വേദന മാറുന്നില്ല. അപ്പോൾ എന്തായാലും ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ തെറാപ്പി പറയുകയാണെങ്കിൽ പിന്നെ അതും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കണ്ടുവന്നു, ഒരു ജെല്ല് പറ്റിയാൽ മതി, അത് വേദന മാറിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു സ്കാനിങ്ങിൽ. ഞാൻ എന്നിട്ട് നിച്ചുവിനെ കാറിക്കടത്തി ഉറക്കി. അതിന് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറായപ്പോഴേക്കും ചേട്ടൻ വന്നു. നിച്ചു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് അൽബേക്ക് കഴിക്കാനായിട്ട് സംഹയിൽ പോയി. നല്ലതായിരുന്നു കേട്ടോ. സംഹയിലായിരുന്നു. ഞങ്ങളിപ്പോഴും അൽബേക്ക് കഴിക്കാറുള്ളത് അൽവാദ മാളിലാണ് കേട്ടോ. ഇത് അവരുടെ പുതിയ ബ്രാഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് സംഹയിൽ. പക്ഷേ അവിടെ ഡൈനിങ് ഇല്ല, ഓൺലി ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ കാറിൽ വന്ന് കഴിച്ചപ്പോഴേക്കും നിച്ചു എഴുന്നേച്ചു. പിന്നെ അവൾ ആകെ ബഹളമായി, അവൾക്കും വേണമെന്ന് പറഞ്ഞു. ഇത് ബർഗർ പോലത്തെ സാധനം തന്നെയുണ്ട് ഈ അൽബേക്ക്. അപ്പോൾ പിന്നെ നിച്ചുവിനെയും കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വേഗം കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.